വോട്ട് പിടുത്തവും പാമ്പ് പിടുത്തവും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. കോഴിക്കോട് അത്തോളിയിലെ UDF സ്ഥാനാർത്ഥി സന്ദീപ് നാലുപുരയ്ക്കൽ. തിരഞ്ഞെടുപ്പിന് വിശേഷങ്ങൾ പങ്കുവെക്കാൻ സന്ദീപ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. എങ്ങനെ പോകുന്നു വോട്ട് പിടുത്തവും ഒപ്പം പാമ്പ് പിടുത്തവും? സുഖമായിട്ട് പോകുന്നു. സന്ദീപിനെ കൂടുതൽ ഇവിടെ പരിചിതനായിരിക്കുന്ന സ്ഥാനാർത്ഥി എന്നതിലുപരി പാമ്പ് പിടിക്കാൻ വരുന്ന ഒരാളെന്ന രീതിയിലായിരുന്നു. അതെ, ഞാനിപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത്. പന്തലായനി ബ്ലോക്കിൽ അത്തോളി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ്. അപ്പോൾ 7 വാർഡ് ആണ് ഇതിൻ്റെ ഡിവിഷനിൽ വരുന്നത്. പക്ഷേ എല്ലാ വാർഡിലും ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഈ പാമ്പ് പിടുത്തമായിട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ആളെ അറിയാം. പിന്നെ 2010 മുതൽ ജനപ്രതിനിധിയായിട്ട് അത്തോളി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും എല്ലാ വാർഡിലും തന്നെ വാർഡിനുപരി പഞ്ചായത്ത് മൊത്തമായിട്ടുള്ള പ്രവർത്തനമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ മെമ്പർ ആയതിനു ശേഷമാണോ പാമ്പ് പിടുത്തം ആരംഭിച്ചത്? അതെ, മെമ്പർ ആയതിനു ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു പാമ്പ് വീട്ടിലുണ്ടാകുന്ന അവസ്ഥയിൽ അവരെ ആദ്യം വിളിക്കുക മെമ്പറെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഫോറസ്റ്റിലേക്ക് അറിയിക്കും, അല്ലെങ്കിൽ കക്കയം അങ്ങനെ ഏതെങ്കിലും ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയിച്ചാൽ തന്നെ ചിലപ്പോൾ മണിക്കൂറുകളോട് നമ്മൾ അവരെ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഇങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പാമ്പ് പിടുത്തം പഠിക്കാൻ പോയി എങ്ങനെയായിരുന്നു? അതെ, ഞാൻ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിൽ ട്രെയിനിങ് കഴിഞ്ഞു, ലൈസൻസ് കിട്ടി. അതിനുശേഷമാണ് ഈ രംഗത്തേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ഇതിലൂടെ ലാഭിക്കാൻ വേണ്ടി സാധിക്കും. ഒരു സ്ത്രീകളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടാൽ നമുക്ക് അവരെ അവിടെ ഇട്ട് പോരാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഓര് വരുന്നവരെ ഫോറസ്റ്റിൽ നിന്ന് വന്ന് പിടിച്ചു പോകുന്നവരെ നമ്മളവിടെ നിൽക്കേണ്ട ഒരു സമയം, ആ സമയമൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടി ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ജയിപ്പിച്ച ആളുകൾക്ക് വേണ്ടി പാമ്പ് പിടുത്തക്കാരനായതാണ്. അതെ, തീർച്ചയായിട്ടും. അത് എൻ്റെ വാർഡിൽ പിന്നെ ലൈസൻസ് കിട്ടിയതിന് ശേഷം പുള്ളിയേരി പഞ്ചായത്ത്, അതുപോലെ തന്നെ നന്മണ്ട പഞ്ചായത്ത്, അതിൻ്റെ തലക്കത്തൂർ പഞ്ചായത്തൊക്കെ എൻ്റെ ഒരു പരിധിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വോട്ട് പിടിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കും പാമ്പ് പിടുത്തം നടക്കുന്നുണ്ടോ? ആരെയും വിളിച്ചാൽ പോകും. അതിൻ്റെ ടൂൾസൊക്കെ വണ്ടിയിലുണ്ടാവും. അപ്പം പെട്ടെന്ന് ആരെയും വിളിച്ചാൽ പോകും. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. മെനഞ്ഞാന്ന് അതേമാതിരി ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പാമ്പ് പിടുത്തം ഇപ്പോൾ വോട്ട് പിടുത്തത്തിന് എന്തെങ്കിലും ഒരു തടസ്സമാവുന്നുണ്ടോ? അതൊന്നുമില്ല. അതൊക്കെ രണ്ടും ബാക്കിയുള്ള സഹപ്രവർത്തകർ കൈകാര്യം ചെയ്യും. രണ്ടും നല്ലപോലെ എൻജോയ് ചെയ്തു. അങ്ങനെ പോകുന്നുണ്ട്. നിലവിലിപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണല്ലേ? വൈസ് പ്രസിഡന്റ് 2.5 വർഷം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പം മാറി. തുടക്കത്തിൽ 2.5 വർഷം. അതെ. അപ്പം ഇത്തവണ എന്തായാലും അത്തോളി ഡിവിഷൻ UDF പിടിച്ചെടുക്കുന്നതാണ്. അത്തോളി ഡിവിഷനിൽ വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ആളുകളൊക്കെ നല്ല സപ്പോർട്ടാണ്. ജയിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ പുതിയ പദ്ധതികൾ വല്ലതും ജനങ്ങൾക്ക് വേണ്ടി UDF മുന്നോട്ട് വെക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് UDF പിന്നെ ഈ ബ്ലോക്ക് ഡിവിഷനിൽ മെമ്പർമാർ പോയാൽ തന്നെ വാർഡിലെ പ്രവർത്തനങ്ങൾ അവർ അത്ര സജീവമായിട്ടുണ്ടാവാറില്ല, ബ്ലോക്ക് മെമ്പർമാർ. അപ്പോൾ 7 വാർഡിൻ്റെ പരിധിയിലാണെങ്കിലും ഫുൾ ടൈം ഈ 7 വാർഡിലും പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതിനനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാർഡിലും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് ബ്ലോക്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ 7 വാർഡിലും സജീവമായിട്ട് പ്രവർത്തനം ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. എന്തായാലും വോട്ട് പിടുത്തവും പാമ്പ് പിടുത്തവുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ് സന്ദീപ്. ഇത്തവണ എന്തായാലും UDF വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.